ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പരീക്ഷയെ പറ്റിയാണ്. മറ്റൊന്നുമല്ല, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതെ, വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കമ്പനി ബോർഡും SBCIDയും ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ്. ഈ പരീക്ഷയെ പറ്റി പറയുമ്പോൾ മുന്നേ 2022 അവസാന നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് 30/11/2022 കാറ്റഗറി കോഡ് 486/2022 എന്ന കാറ്റഗറി നമ്പറിൽ മുന്നേ മുൻപ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 11/3/2024 അതായത് അവസാന റാങ്ക് ലിസ്റ്റ് വന്നിട്ടിപ്പം 1 വർഷവും 7 മാസവും ആയിട്ടുണ്ട്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നത് 10/3/2027 ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു പരീക്ഷ വരുന്ന വർഷം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. 2026 തന്നെ ഇതിൻ്റെ പരീക്ഷ നടന്നാലേ നമുക്ക് 2027 റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോഴേക്കും പുതിയൊരു റാങ്ക് ലിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് 770 പേരായിരുന്നു. ഈ 770 പേരിൽ ഇപ്പോൾ നിലവിൽ 22/8/2025 കണക്കുകൾ പ്രകാരം 292 പേർക്കാണ് ജോലി ലഭിച്ചിട്ടുള്ളത്. അപ്പം അവസാനം വന്ന റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എല്ലാവരുടെയും ഒരു സംശയമാണ് ഇതിലോട്ട് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ളത്. ഏതൊരു PSC എക്സാമിനെയും പോലെ ഇവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-നും 36 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു കാൻഡിഡേറ്റ് 2/1/1989 അതുപോലെ തന്നെ 1/1/2007 ഇടയിൽ ജനിച്ചതാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി OBC കാറ്റഗറിക്കും SC/ST കാറ്റഗറിക്കും ഇവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC കാറ്റഗറിക്ക് 3 ഇയർ ആണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. SC/ST കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു സംശയമാണ്, എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ? നമ്മൾ പറഞ്ഞു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതായത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് ഒന്ന് നോക്കാം. അതായത് അവസാനം വന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് നമ്മുടെ അവസാനം നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അന്നത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 50.59 ആയിരുന്നു. എന്നാൽ മെയിൻസിന്റെ കട്ട് ഓഫ് 57 മാർക്കായിരുന്നു. അപ്പം അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് തന്നെ എവിടെ ഉണ്ടായിരുന്നു? ഈ ഒരു എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കാം ഇനിയും വരാൻ പോകുന്നത്. നമുക്കറിയില്ല, കട്ട് ഓഫ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പരീക്ഷ പോലും കഴിഞ്ഞില്ല, നോട്ടിഫിക്കേഷൻ പോലും വന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് മുന്നത്തെ കട്ട് ഓഫ് റേഞ്ച് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും നല്ലതായിരിക്കും. മുന്നേ പ്രിലിംസിനാണെങ്കിൽ 50.59 കട്ട് ഓഫും മെയിൻസിനാണെങ്കിൽ 57 കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ സാലറി സ്കെയിലിലേക്ക് വരികയാണെങ്കിൽ, ഇതിന്റെ സാലറി സ്കെയിലിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത്, സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 39,300 തൊട്ടിട്ട് 83,000 വരെയാണ്. അതായത് ഇവിടുത്തെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് 39,300 രൂപയിലാണ്. ഇവിടെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ DA 18% DA ഉണ്ട്. അതായത് 7,074 രൂപ DA ഉണ്ട്. അതുപോലെ തന്നെ HRA 3,930 രൂപയാണ് HRA ആയിട്ട് വരുന്നത്. അങ്ങനെ ടോട്ടൽ 50,304 രൂപയാണ് കയ്യിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന ഈ പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെ, ഏജ് ലിമിറ്റ് എന്തൊക്കെ, പ്രീവിയസ് ഇയർ കട്ട് ഓഫുകൾ ഏതൊക്കെ, പ്രീവിയസ് ഇയർ നടന്ന റാങ്ക് ലിസ്റ്റിൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു, അതിൽ എത്ര പേർക്ക് ജോലി കിട്ടി, മുന്നേ നടന്ന റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് അവസാനിക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇങ്ങനെ നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതി ജോലിയിലേക്ക് കയറിയാൽ ഇതിലോട്ട് എന്തൊക്കെയാണ് പ്രമോഷൻ സാധ്യത, ഈ ഒരു ജോലിയുടെ പ്രമോഷൻ സാധ്യത എന്തൊക്കെയാണ് എന്നുള്ളത്
എല്ലാവരുടെ ഒരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഒരു പ്രൊമോഷൻ സാധ്യതയും കൂടി നമുക്ക് നോക്കാം. നോക്കിക്കേ, ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന പോസ്റ്റിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആവാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം സെലക്ഷൻ ഗ്രേഡ് അസിസ്റ്റന്റ്, പിന്നീട് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, ഇത്രയും പ്രൊമോഷൻ സാധ്യതയാണ് ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് ഉള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സിലബസിലേക്ക് വരാം. സിലബസിന്റെ കാര്യം പറയുമ്പോൾ ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിലിമിനറി പരീക്ഷയും മെയിൻസ് പരീക്ഷയും അതിനുശേഷം ഇന്റർവ്യൂവും ഉണ്ടായിരിക്കും. അപ്പം പ്രിലിംസ് എന്ന് പറയുന്നത് കോമൺ പ്രിലിമിനറി സിലബസ് തന്നെയായിരിക്കും. അതായത് നമ്മുടെ എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷയും നടക്കുന്നത് പോലെ തന്നെ 50 മാർക്ക് ജി കെയുടെ ഭാഗത്തുനിന്നും 50 മാർക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സിന്റെ ഭാഗത്തുനിന്നും, അങ്ങനെ ടോട്ടൽ 100 മാർക്കിനായിരിക്കും ഇവിടെ നോർമൽ നമ്മുടെ പ്രിലിമിനറി സിലബസ് തന്നെയാണ് ഇവിടെ കോമൺ പ്രിലിംസിൽ വരുന്നത്. ഓക്കെ, അടുത്തത് മെയിൻ സിലബസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് ജി കെയുടെ ഭാഗത്ത് ഹിസ്റ്ററി, ജിയോഗ്രഫി, ഇക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവർണൻസ് ഇതൊക്കെ 5 മാർക്കിനും, അതുപോലെ തന്നെ ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയവ 3 മാർക്കിനും, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ 5 മാർക്കിനും, IT 3 മാർക്കിനും. ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് കമ്മീഷൻസ് എന്ന ഭാഗമാണ്. അത് 13 മാർക്കിനാണ് ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സ് അവിടെ 15 മാർക്കിനും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30 മാർക്കിനും. അപ്പോൾ ഈ രീതിയിലായിരുന്നു മുന്നത്തെ മെയിൻസിൻ്റെ സിലബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി വരുന്ന മെയിൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്ന് അറിയത്തില്ല. എങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സിലബസ് തന്നെയാണ്. ഈ ഒരു സിലബസിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി ഉള്ള സിലബസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 13 മാർക്ക് എന്തിനായിരുന്നു ഉണ്ടായിരുന്നത്? 13 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനായിരുന്നു ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻസ് എക്സെട്ര എന്ന് തുടങ്ങിയതായിരുന്നു ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റ് തന്നെയാണിത്. ഇത് മാത്രമല്ല, നമുക്ക് ഡിഗ്രി ലെവൽ ഒരുപാട് പരീക്ഷകൾ മുന്നിലുണ്ട്. ഏതൊക്കെയാണ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ SBCAD, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങി ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് 2026 നമ്മളെയും കാത്തിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കാതെ എന്ത് ചെയ്യണം? ഇപ്പോഴേ തന്നെ പഠനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പഠനം ആരംഭിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഉയർന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ പരീക്ഷകളുടെയും പ്രിലിംസിന്റെ സിലബസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസിനുള്ളതൊക്കെ ഇപ്പോഴേ എന്ത് ചെയ്യാം? ഇപ്പോഴേ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഒരു ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാമും റെക്കോർഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും എക്സാംസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പോസ്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിനെ പറ്റിയോ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്